അറിയേണ്ടത് അപ്പൻ മേനോനെ കുറിച്ചാണല്ലേ? യെസ്. വൈകിയുടെ മരണം ഉണ്ടാക്കിയ ഷോക്ക് അത് അപ്പൻ മേനോനെ ഏത് രീതിയിൽ ബാധിച്ചു കാണും എന്ന് ഊഹിക്കാം എനിക്ക്. വിശദമായിട്ട് അറിയേണ്ടത് അപ്പൻ മേനോൻ ഇവിടെ ചെലവഴിച്ച ദിവസങ്ങളെ കുറിച്ചാണ്. ഒരു പേഷ്യന്റ് എന്ന നിലയിൽ ഡോക്ടർ മനസ്സിലാക്കിയ അപ്പൻ മേനോനെ കുറിച്ച്. പേഷ്യന്റായ അപ്പൻ മേനോനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്നെ കാണാമെന്ന അപ്പൻ മേനോന് ഒരസുഖമില്ലായിരുന്നു. ഡോക്ടർ, ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി ഡോക്ടർ, പറ്റുന്നില്ല. ബെഡ്റൂമിൽ, കിച്ചണിൽ, യാത്രയിൽ, ഓഫീസിൽ എല്ലായിടത്തും ഒപ്പമുണ്ട് വൈക. ഡോക്ടർ, എനിക്കെന്തോ കുഴപ്പമുണ്ട്. മരിച്ചുപോയ ഭാര്യ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നത് അതൊരു രോഗമാണ്. ആൻഡ് ഐ ആം എ പേഷ്യന്റ്. എനിക്കൊരു അസുഖമില്ല എന്ന് പറഞ്ഞു വരുന്ന രോഗികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ആ ഏറ്റുപറച്ചിൽ. കുഴപ്പമുണ്ടെന്ന് തോന്നി തന്നെ ഞാൻ പരിശോധിച്ചത്. പക്ഷെ അത്ഭുതം, ശാന്തമായ തെളിഞ്ഞ ഒരു മനസ്സാണ് അപ്പനിൽ ഞാൻ കണ്ടത്. നഷ്ടപ്പെട്ടു പോയ ബാല്യത്തെക്കുറിച്ചുള്ള സങ്കടമൊഴിച്ചാൽ ഹി വാസ് അബ്സല്യൂട്ട്ലി നോർമൽ. വൈക കൂടെ തന്നെ ഉണ്ടായിക്കോട്ടെ. അപ്പനെ വിട്ടുപോകാൻ ഇഷ്ടമില്ല വൈകയ്ക്ക്. ഒരുപാട് സ്നേഹിച്ചല്ലേ അപ്പൻ വൈകയെ? അതെ അതെ, ഒരുപാട്. ഈ പ്രപഞ്ചത്തോളം. പക്ഷെ കൊണ്ടുപോയി കാലം. 2 ദിവസം കഴിഞ്ഞ് അപ്പൻ പോയി. പിന്നെ എന്നെ കാണാൻ വരുന്നത് ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടാ. ഏടുകൊണ്ടലപാട വെങ്കട്ടരമണ ഗോവിന്ദ തിരുപ്പതിയിലാണ്. അവിടെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. തീർത്ഥാടനം? അതെ, എല്ലാ മഹാക്ഷേത്രങ്ങളിലും പോയി. മനസ്സ് ശാന്തമല്ലേ? പിന്നെന്തിനായിരുന്നു യാത്ര? വൈക പറഞ്ഞു. പിന്നെ കാശിയിൽ മഹാദേവന് മുമ്പിൽ തൊഴുതു നിൽക്കുമ്പോ മനസ്സിലൊരു സംശയം. കൃത്യമായ ഉത്തരം എനിക്കറിയില്ല. ഡോക്ടർക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണം. ചോദിച്ചോളൂ. കൊലപാതകം പാപമാണ്. പക്ഷെ കൊലപാതകം ചെയ്യുന്നവരെ കൊല്ലുന്നതോ? യെസ്, ഞാനത് ചെയ്തു ഡോക്ടർ. XMP വരദരാജ ചെട്ടിയാർ. XMLA ബാലശിംഗം. യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി. ഡോക്ടർക്ക് പേടി തോന്നുന്നുണ്ടോ? അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ്. ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം. ഇപ്പൊ എന്നെ നയിക്കുന്നത് ഈ ചിന്തയാണ്. ഡോക്ടർ, യാത്ര പറയാനും കൂടിയാണ് ഞാൻ വന്നത്. ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണ് കേരളത്തിലേക്ക്. അവിടെ അവരുണ്ട്. കൃഷ്ണൻ നമ്പ്യാർ, സുലൈമാൻ സാഹിബ്, ദാമോദരൻ കർത്ത, പിന്നെ സ്റ്റീഫൻ കുര്യച്ചൻ. Their time is up. അപ്പോ അതെ, അപ്പനാണ് എല്ലാ കൊലപാതകങ്ങൾക്കും പിന്നിൽ. കൊലപാതകം ചെയ്യുന്നത് പാപം. പക്ഷെ കൊലപാതകികളെ കൊല്ലുന്നതോ? ഞാൻ അപ്പന്റെ കൂടെയാ. ഒരു തെറ്റുമില്ല അയാൾ ചെയ്തതിൽ. കൊലപാതകം പാപം, കൊലപാതകികളെ കൊല്ലുന്നതും പാപം. എന്റെ പക്ഷം അതാണ്. Attack is not the best defense. Ahimsa is the best defense, the only defense. മുമ്പ് തെളിയിച്ചിട്ടുണ്ട് കാലം, ഇന്നും തെളിയിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോ അതൊരു കഥാപാത്രത്തെ പിന്തുടർന്നുള്ള യാത്രയായിരുന്നു. ഇവിടുന്ന് പോകുന്നത് ഒരു കൊലയാളിയെ തേടിയാണ്. അപ്പൻ മേനോൻ is a criminal.
എന്താ സംഭവിച്ചത്? കൊല്ലാൻ വേണ്ടി നീ ചെന്നപ്പോ അവര് മരിച്ചു കിടക്കായിരുന്നില്ലേ? സത്യം എന്റെ ഈ കൈ കൊണ്ടാ കൊന്നത്. ദുർഗാദേവി, ദുർഗാദേവി. ഇവനെ കൊണ്ട് സത്യം അറിയിക്കണം. ഞാൻ നോക്കട്ടെ. നീ അല്ല അത് ചെയ്തു. അവിടെ നിൽക്ക. നീയല്ലേ അത് ചെയ്തത്? അതെ, ഞാൻ രണ്ടാമതാകുന്നത്. എനിക്ക് മുമ്പേ വേറെ ആരോ 2 പ്രാവശ്യം കൊന്നിരുന്നു. സത്യമാണോ പറയുന്നത്? അതെ, ഞാൻ രണ്ടാമതാവുന്നത്. എനിക്ക് മുമ്പേ ആരോ 1 പ്രാവശ്യം കൊന്നിരുന്നു. 3 ആളെ. അതെ, ഇങ്ങോട്ട് ദുർഗ. ഇനി അപ്പൻ മേനോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് സാറാണ്. അറസ്റ്റ്. Dear editor, I am herewith sending a CD. മുൻമന്ത്രി സ്റ്റീഫൻ കുര്യച്ചൻ നടത്തിയ അഴിമതികളുടെ വിശദ വിവരങ്ങളാണിതിൽ. കൃത്യമായ തെളിവുകൾ സഹിതം അയക്കുന്ന സിഡിയിലെ കണ്ടെത്തലുകൾ സത്യവും പ്രസിദ്ധീകരണത്തിന് യോഗ്യവുമാണ്. കുര്യച്ചനെതിരെയുള്ള ഈ വിവരങ്ങൾ അങ്ങയുടെ പത്രത്തിൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സിറ്റിസൺ ജേർണലിസ്റ്റിന്റെ അന്വേഷണ റിപ്പോർട്ടായി പ്രസിദ്ധീകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മുൻമന്ത്രി കൃഷ്ണൻ നമ്പ്യാർ, സുലൈമാൻ സാഹിബ്, ദാമോദരൻ കർത്ത എന്നിവരുടെ കാര്യത്തിൽ താങ്കൾ ചെയ്തു തന്ന സേവനങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടി കാലം നടത്തുന്നതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നാളെ തന്നെ ഇത് പത്രം ഓഫീസുകളിൽ എത്തിക്കണം. ദിശയുടെ ഓഫീസിൽ കൊടുക്കണ്ടേ? ഇനി വേണ്ട. ചെന്ന് വാതിൽ തുറക്കും. സാർ, സാർ അപ്പനില്ലേ? വരണം സാർ. എവിടെ? ഇവിടെ ഉണ്ടായിരുന്നതാണ് സാർ. എന്നിട്ട് എവിടെ പോയി? അറിയില്ല സാർ. Come on, sir. Come on. Move. Fast. Yes. ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ഒരേ റാങ്കിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. മേക്കാടൻ എനിക്ക് ഒരു സഹപ്രവർത്തകൻ മാത്രമല്ല, സുഹൃത്താണ്. ആ സ്വാതന്ത്ര്യം ഉള്ളിലുള്ളത് കൊണ്ട് ചോദിക്കുക, വേണോ നമുക്കിടയിൽ ഇതുപോലൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം? ഒഴിവാക്കിക്കൂടെ എന്റെ പിന്നാലെയുള്ള വരവ്? നോ നോ, ക്രിമിനൽസിനോട് കോംപ്രമൈസ് ഇല്ല മേക്കാടിന്. എത്ര ശ്രമിക്കേണ്ടി വന്നാലും ശരി, പിടിച്ചിരിക്കും ഞാൻ. ബാഡ് ലക്ക് മേക്കാടൻ, ഡെഡ്ലി ബാഡ് ലക്ക്. Round up. Yes, sir. You go this way. Sir. Come on, search. Sir. ആരാത്? ഏയ്, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? Search. Searching for him. ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു, but just missed. ഇനി അപ്പൻ വരാൻ സാധ്യതയുള്ള ഏക സ്ഥലം ഇതാണ്. അയാൾ ഇവിടെ വന്നിട്ടില്ല. അത് എനിക്കൂടെ ബോധ്യപ്പെടണമല്ലോ. മിസ്റ്റർ മേക്കാടൻ, സൂസൻ മേരി തോമസിന്റെ വാക്കുകൾ തന്നെയാണ് പ്രവൃത്തി. ഡോക്ടർ അയ്യങ്കാറിൽ നിന്ന് അപ്പനെ കുറിച്ച് മനസ്സിലാക്കിയ വിവരങ്ങൾ ഞാൻ തന്നെയല്ലേ മേക്കാടനെ അറിയിച്ചത്? സൂസൻ മേരി തോമസിന്റെ കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായം എനിക്കില്ല. ബട്ട് മമ്മയുടെ മനസ്സ് ഇപ്പോഴും അപ്പന്റെ കൂടെയാണ്, അല്ലേ? അതെ. എന്തായി വേണു? നോ സാർ, ഇല്ല. ഓക്കെ ഓക്കെ, ഞങ്ങൾ ഇപ്പൊ പോകുന്നു. ബട്ട് റിമെമ്പർ ദിസ്, കൊലപാതകം ചെയ്യുന്നത് പോലെ തന്നെ കുറ്റകരമാണ് കൊലപാതകിക്ക് അഭയം നൽകുന്നത്. നോക്കണ്ട, വൈകിയെ കൊന്നവരോട് അപ്പൻ ചെയ്ത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പേടിക്കണ്ട. വന്നത് ഉപദ്രവിക്കാനല്ല, നന്ദി അറിയിക്കാനാ. ചെയ്തു തന്ന സേവനം അത്രയ്ക്ക് വലുതാണ്. ആദർശമാണ് എനിക്ക് പ്രധാനം, സൗഹൃദമല്ല. ആദർശം പറഞ്ഞു തന്നു ഡോക്ടർ ശ്രീനിവാസ് അയ്യങ്കാർ.
സൂസൻ മേരി തോമസിന്റെ വാദങ്ങൾ. അഹിംസ ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് ആൻഡ് ദി ഓൺലി ഡിഫൻസ് അല്ലേ? അതെ. തെറ്റ് തെറ്റ് തെറ്റ്, പരമമായ തെറ്റ്. കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാതെ വരുമ്പോ ചോദിച്ചു വാങ്ങാൻ ജനം ആയുധം എടുത്തിറങ്ങിയാലോ എന്ന് പേടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ആ നീക്കം തടയാൻ ഉപയോഗിക്കുന്ന തന്ത്രം, അത് മാത്രമാണ് അഹിംസ. അഹിംസയുടെ പേര് പറഞ്ഞ് അധികാരമേറിയ രാഷ്ട്രീയക്കാർ ഇത്രയും കാലത്തെ ഭരണം കൊണ്ട് എന്താണ് ചെയ്തത്? അഴിമതിയുടെ ദേശസാൽക്കരണമല്ലാതെ? ആയിരിക്കാം, പക്ഷെ അതിനെതിരെ പോരാടുന്നുണ്ട് ഞങ്ങളെപ്പോലെ ചിലർ. അതുകൊണ്ട് ഇവിടെ എന്ത് മാറ്റം സംഭവിച്ചു? സ്വാതന്ത്ര്യം കിട്ടി 60 വർഷമായിട്ടും വിശപ്പിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, കടത്തിൽ നിന്ന് രക്ഷ നേടിയോ ഇന്നാട്ടിലെ സാധാരണക്കാരൻ? 1-2 രൂപയല്ല, 3439 കോടി. രാഷ്ട്രീയക്കാർ പ്രതികളായ അഴിമതി കേസുകൾ അന്വേഷിക്കാനുള്ള അന്വേഷണ കമ്മീഷനുകളെ വെച്ച വകയിൽ മാത്രം ചെലവ്. എന്നിട്ടും ശിക്ഷിക്കപ്പെട്ടോ ഒരൊറ്റ രാഷ്ട്രീയക്കാരനെങ്കിലും? 125 കോടിയിൽ 7.5 കോടി, 7.5 കോടിയോളം വരും ഇവരുടെ എണ്ണം. രാഷ്ട്രീയക്കാരുടെ വർഷം 32,000 കോടി ചെലവഴിക്കുന്നു അവരെ പരിപാലിക്കാൻ. എന്തിന്? പ്രതിപക്ഷത്തിരിക്കുമ്പോ ബന്ധും ഹർത്താലും വർഗീയ ലഹളകളും, ഭരണത്തിലേറുമ്പോ രാജ്യം വിറ്റു തൊലയ്ക്കൽ. ഒരു ആരാധനാലയം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു. ജനം അതിപ്പോ തിരുത്തി പറയുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ നശിച്ചാൽ അത്രയും അഴിമതി കുറഞ്ഞു, ശല്യം കുറഞ്ഞു. നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ഇതേ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിലായിരുന്നു ഗാന്ധിജിയും. ഗാന്ധിജിയോട് എനിക്ക് ബഹുമാനമാണ്, ആദരവാണ്. പക്ഷെ ഗാന്ധിജി മാത്രം മതിയോ നമുക്ക്? സുഭാഷ് ചന്ദ്രബോസ് വേണം, ഭഗത് സിംഗ് വേണം, മൗലാന അബ്ദുൽ കലാം വേണം, ചന്ദ്രശേഖർ ആസാദ് വേണം, വീർ സവർക്കർ വേണം. ഏകസ്വരതയല്ല, ബഹുസ്വരത, അതാണ് വേണ്ടത്. അതാണ് വൈകിട്ടത് മാത്രമല്ല, ശിവഗംഗയിൽ നഷ്ടപ്പെട്ട 16 പേരുടെ ജീവനും ഉത്തരവാദികളായിരുന്നു എന്റെ കൈകൊണ്ട് മരിച്ച എല്ലാവരും. ഒരു ഖേദവുമില്ല എനിക്ക്. കാലത്തിന്റെ തീരുമാനം അതാണ് ഞാൻ നടപ്പിലാക്കിയത്. പേര് വെക്കാതെ സൂസന്റെ ദിശയ്ക്കടക്കം ഞാൻ അയച്ചു തന്ന സീഡികളിലെ അഴിമതി വിവരങ്ങൾ പുറത്തു വരുമ്പോഴുണ്ടാവുന്ന ജനരോഷം, അതിന്റെ മറമതിയായിരുന്നു എനിക്ക് അവരെ ഇല്ലാതാക്കാൻ. എന്നിലേക്ക് വരുമായിരുന്ന അന്വേഷണങ്ങളെ വഴിതിരിച്ചുവിടാൻ പാകത്തിൽ ദുർഗാദാസന്റെ രൂപത്തിൽ പിന്നെയും സഹായിച്ചു എന്നെ കാലം. അഹിംസയല്ല എന്റെ തത്വശാസ്ത്രം, ഹിംസിക്കും. വൈഗയുടെ ജീവനെടുത്ത അവസാനത്തെ ആളെയും സ്റ്റീഫൻ കുര്യച്ചൻ. His time is up. സർ, ഗുഡ് മോർണിംഗ്. തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ അറിഞ്ഞു കാണുമല്ലോ. പോലീസ് പ്രൊട്ടക്ഷൻ തരാനാണ് ഞങ്ങളുടെ തീരുമാനം. എനിക്കൊരു പ്രൊട്ടക്ഷനും വേണ്ട. ഇത് എന്റെ എസ്റ്റേറ്റാ. അതുകൊണ്ടാ എന്റെ കൂടെ ഈ വക്കച്ചനല്ലാതെ വേറെ ആരും ഇല്ലാത്തത്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്റെ ചുറ്റും ഉണ്ടാവും എപ്പോഴും 100-150 പേർ, പാർട്ടി പ്രവർത്തകർ. അവര് നോക്കിക്കോളൂ ഈ ശരീരം. സാർ കരുതുന്ന പോലെ നിസ്സാരക്കാരനല്ല അപ്പൻ മേനോൻ. താൻ ഈ കൈ കണ്ടോ? ഇതുകൊണ്ടൊരെണ്ണം മനസ്സറിഞ്ഞ് പൊട്ടിച്ച പിന്നെ അവനില്ല. താൻ പറഞ്ഞ അപ്പൻ മേനോൻ. താൻ ചെല്ല്, എന്റെ ജീവൻ ഞാൻ രക്ഷിച്ചോളാം. അയാൾ അങ്ങനെയൊക്കെ പറയും. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം.